ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിൽ വീണ്ടും ഒരു ഓണക്കാലം കൂടി വരികയാണ് അല്ലേ. ഇന്ന് അത്തമാണ്. അപ്പം ഇന്നാണോ നാളെയാണോ അത്തം എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ഇന്നാണ് അത്തം, ഞങ്ങൾ ഇന്നാണ് പൂവിട്ടത്. അപ്പോൾ ഇന്ന് അത്തം സ്പെഷ്യലായിട്ട് ഞങ്ങളൊരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്തത്തിന് ഞങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത് പേരയ്ക്കനെ കൊണ്ടുള്ള ഒരു അടിപൊളി പായസമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഓണക്കാലത്ത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഈ പേരയ്ക്കയുടെ പായസം. അപ്പോൾ എങ്ങനെയാണ് ഈ പായസം ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കി വരാം. ഞാൻ രശ്മി മനോജ് കുമാർ. വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. നമ്മുടെ പേരയ്ക്ക പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഞാനിവിടെ ഒരു 1.5 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അതിനകത്തേക്ക് 3 വലിയ പേരയ്ക്ക, കുരു കുറവുള്ള പേരയ്ക്കയാണ് എടുക്കുന്നത്. ഓവറായിട്ട് പഴുത്തതാവരുത്, വല്ലാതെ പച്ചയാവരുത്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് സാബൂനരി ഉണ്ടല്ലോ, സാബൂനരി വേണം. പിന്നെ നമുക്ക് മിഠായി മേറ്റ് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഏത് കമ്പനീൻ്റെ എടുക്കാം. പിന്നെ നമുക്ക് നെയ്യ് വേണം. പിന്നെ അതിനകത്തേക്ക് 1 കപ്പ് പഞ്ചസാരയും, പിന്നെ കുറച്ച് ഏലക്ക കൂടെ വേണം. അത് ഞാനിവിടെ വെച്ചിട്ടില്ല, ഏലക്കയും കൂടി ഇതിനകത്തേക്ക് വേണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാല് തിളപ്പിച്ചെടുക്കാനാട്ടോ പോകുന്നത്. ഇവിടെ 1.5 ലിറ്റർ പാലെടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് നന്നായിട്ട് കുറുക്കി എടുക്കുന്നുണ്ട്. എന്നാലേ നമുക്കൊരു 1 ലിറ്റർ പായസത്തിന് ഏകദേശം വേണ്ടിയിട്ടുള്ള പാൽ ഒരു 1.5 ലിറ്റർ എടുത്താലേ കുറുകി വരുമ്പോഴത്തേക്ക് അത്രയെങ്കിലും പായസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ എമൗണ്ട് പാലെടുക്കണേ. അപ്പം നമുക്ക് ആദ്യം തന്നെ പാല് തിളപ്പിച്ച് എടുക്കാം കേട്ടോ. പാല് തിളക്കുന്നതിനിടയ്ക്ക് നമുക്ക് ഈ സാബൂനരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് ആദ്യം തന്നെ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റ് നേരം വെക്കണം കേട്ടോ. എന്നാലും ഇതൊന്ന് സോക്കായി വരുള്ളൂ. അപ്പം നമ്മുടെ പാലും സാബൂനരിയും ഒക്കെ റെഡിയായി വരുന്ന നേരം കൊണ്ട് നമ്മുടെ പേരയ്ക്കൊക്കെ നന്നായി തൊലി കളഞ്ഞ് അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ കുരു വരുന്ന ഭാഗം കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ കുരു കൂടുതൽ വന്നാൽ ഇത് കഴിക്കും, അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പേരയ്ക്കൊക്കെ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണേ. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ, വെള്ളം ചേർക്കാതെയാണ് ഇത് അടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പേരയ്ക്ക ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ രീതിയിൽ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണേ. തീരെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ അടിച്ചെടുക്കണം. ഇതവിടെ മാറ്റി വെക്കാം. നമ്മുടെ പാലിവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സാബൂനരി ഒരു 15 മിനിറ്റോളം ഞാൻ കുതിർത്ത് വെച്ചതാണ്, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. സാബൂനരി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിലല്ലേ മീഡിയം ഫ്ലെയിമിലോ ആക്കിയിട്ട് വേണം നമ്മളതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. ഇളക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കും. പിന്നെ നമ്മുടെ സാബൂനരി ഈ പാലിൽ കിടന്ന് തിളച്ച് വെന്ത് വരുന്നവരെ ഇത് നമ്മൾ കുറുക്കിയെടുക്കണം. ഇടയ്ക്ക് നമുക്കൊന്ന് നോക്കിയാൽ അറിയാം ഇതിങ്ങനെ ഇതിൻ്റെ ആ ഒരു വെള്ള കളർ മാറി ഇത് ട്രാൻസ്പെറൻ്റായി വരുന്നുണ്ട് ഇപ്പോൾ തന്നെ. അപ്പം നല്ലപോലെ ട്രാൻസ്പെറൻ്റായി വരുന്നവരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഈ സാബൂനരി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്കൊരു 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ പാലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ സാബൂനരി കണ്ടില്ലേ, ഇതാ ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സമയത്ത് ഇതിനകത്തേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നിർത്താതെ ഇളക്കി കൊടുക്കണം. തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ. ഈ സമയത്താണിത് അടി പിടിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ളത്. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പോൾ പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മളിത് കുറച്ച് സമയത്തേക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിക്കുകയാണ്. നല്ല ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ തിളയൊന്ന് ഏകദേശം തിളക്കിലൊക്കെ ഒന്ന് നിന്നിരുന്നല്ലോ,
കുറേ നേരമായിട്ട് നമ്മൾ കുറച്ച് വെച്ച് ഇളക്കുന്നുണ്ട്. ഇളക്കുന്നത് നിർത്തരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്ത് അടി പിടിക്കും. നമ്മൾ തീ ഇപ്പോൾ കൂട്ടി വെച്ചു. തീ കൂട്ടി വെച്ച് ജസ്റ്റ് ഒരു മിനിറ്റ്, ഒരു 2 മിനിറ്റ് നേരം, 1 മിനിറ്റ് 2 മിനിറ്റ് നേരം വരെ മാത്രം ഒന്ന് നല്ല പോലെ ഇളക്കിയും കൊണ്ട് ഇതൊന്ന് തിളപ്പിച്ച് നമ്മളിത് ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓഫ് ചെയ്ത് ഇത് തണുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിനകത്തേക്ക് പേരയ്ക്ക ചേർക്കാൻ. അപ്പോൾ പേരയ്ക്കയ്ക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട്. അതിത് ഞാൻ ഓഫ് ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം. ഇനി നമ്മളിത് ഓഫ് ചെയ്യാൻ പോവാം കേട്ടോ. ഏകദേശം ഒരു 2 മിനിറ്റ് നേരത്തോളം ഞാനിത് തീ കൂട്ടി വെച്ച് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരുന്നു. ഇനി ഞാനിത് ഓഫ് ചെയ്തു. തീ ഓഫ് ചെയ്തിട്ടും നമ്മൾ ഇളക്കൽ നിർത്തരുത്. ഇത് നമുക്ക് തണുക്കണം. അപ്പോൾ തണുക്കാൻ വെക്കുന്നതിന് മുന്നേ നമ്മൾ വീണ്ടും ഒരു 5 മിനിറ്റ് നേരം, 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ആയാലും കുഴപ്പമില്ല, അത് കുറയരുത്. അത്രയും സമയം നമ്മളിത് നിർത്താതെ തുറന്ന് വെച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എന്നാലേ അത് ശരിക്കും കുറുകി അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം അതിന് വേണ്ടി ഒരു 5 മുതൽ 10 മിനിറ്റ് നേരം വരെ, 5 മിനിറ്റ് ഏറ്റവും ചുരുങ്ങിയത്, അത് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് തുറന്ന് വെച്ച് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ്. അപ്പം നമ്മുടെ പാല് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പേരയ്ക്കനെ കൊണ്ട് ചെറിയൊരു പണിയുണ്ട്. പേരയ്ക്ക നമ്മൾ ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കാൻ പോവാം കേട്ടോ. നമ്മൾ ചക്കയൊക്കെ വരട്ടുന്ന പോലെ പേരയ്ക്ക ഒന്ന് വരട്ടിയെടുക്കണം. അപ്പം അതിന് വേണ്ടി ഞാൻ അവിടെ ആദ്യം 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ പേരയ്ക്ക പേസ്റ്റാക്കി വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ പേരയ്ക്ക ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ നെയ്യുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ ഒരു 1 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഏകദേശം ഒരു 1 മിനിറ്റ് നേരത്തോളം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി, ഒരു 4 ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ച പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് മിഠായി മേറ്റ് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ഇതിങ്ങനെ വാരുമ്പോൾ ഇത് ഇവിടുന്ന് ഒന്നിച്ചിങ്ങോട്ട് പോരണം. ആ രീതിയിലായാൽ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് മിഠായി മേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 4 ടീസ്പൂണോളം മിഠായി മേറ്റാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. കുറച്ച് വലിയ സ്പൂണാണ്, 4 ടീസ്പൂണോളം വരും അത്. അതിൽ 2 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ടൈമേറ്റ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിൻ്റെ മധുരം ഒന്ന് നോക്കാം. ഇത്തിരി പേരക്കയുടെ ആ ഒരു പുളിയും കൂടി നിൽക്കണോണ്ട് ഞാനൊരു സ്പൂണും കൂടെ മിഠായി മേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പേരക്കയുടെ മിക്സ്ചർ പാലിലേക്ക് ആഡ് ചെയ്യാണ് വേണ്ടത്. പക്ഷേ അതിന് മുന്നേ ഇത് നന്നായി തണുക്കണം, രണ്ടും നന്നായി തണുത്ത് വരണം. ആ തണുത്തതിന് ശേഷം മാത്രമേ ഇത് ആഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ പാലും അതുപോലെ തന്നെ പേരക്കയുടെ മിക്സൊക്കെ നന്നായിട്ട് ചൂടാറി മീൻസ് വല്ലാതെ ഐസ് പോലെ ആയിട്ടൊന്നുമില്ല, എന്നാലും ചെറിയൊരു ചൂടുണ്ട്. നമുക്ക് തൊട്ട് നോക്കിയാൽ ചെറിയൊരു ചൂട് തോന്നും. ആ രീതിയിലേ ചൂടാറിയിട്ടുള്ളൂ കേട്ടോ. അത്രേ ആവാൻ പാടുള്ളൂ, വല്ലാതെ തണുത്ത് പോണ്ട. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ പേരക്കയുടെ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. പേരക്കയും നെയ്യും മിഠായി മേറ്റും ഏലക്കപ്പൊടിയും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് ഇതിൻ്റെ ഫൈനൽ ഇളക്കൽ കേട്ടോ. നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്ത് ചേർക്കണം. നമ്മൾ നേരത്തെ അത്രയും സമയം തുറന്ന് വെച്ച് ഇളക്കിയത് കൊണ്ട് തന്നെ ഈ പായസം നന്നായി കുറുകി വന്നിട്ടുണ്ട്. അതിൻ്റെ പാലൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇളക്കണം കേട്ടോ, ഇളക്കിയെടുക്കണം. അതുകൊണ്ട് വല്ലാതെ തണുത്ത് പോയാൽ ചിലപ്പോൾ ഇത് കട്ട കൂടി തന്നെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വല്ലാതെ തണുത്ത് പോകാൻ നിൽക്കേണ്ട. ഒരു നമ്മൾ തൊട്ട ചൂടുണ്ടോ എന്ന് വെച്ചാൽ ചൂടുണ്ട്, എന്നുള്ള ആ രീതിയിലെത്തുമ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ഇത് ഒരു 5 മിനിറ്റ് നേരം എന്താ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, എന്നാലേ ഇത് മിക്സ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാം. പക്ഷേ ഇത് പായസം പേരക്കേൻ്റെ പായസം അതിനെക്കൊണ്ട് ഞങ്ങൾ ഇടുന്നില്ല. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകണ്ടെന്ന് കരുതിയിട്ട് ഇടുന്നില്ല. നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അത് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ മിഠായി മേറ്റ് ഇല്ലാത്തവർ പകരം പഞ്ചസാര യൂസ് ചെയ്താലും മതി.
ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഇതേപോലെ പേരയ്ക്ക വരട്ടിയെടുത്താൽ മതി. അത് ടൈമായിട്ട് നിർബന്ധമുള്ള സാധനമല്ല കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ഈ ഓണത്തിന് നിങ്ങൾ പേരയ്ക്ക പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പേരയ്ക്കയുടെ പായസം? ഒരു വെറൈറ്റി പായസം അല്ലേ? നമ്മൾ സാധാരണ സേമിയവും അതുപോലെ തന്നെ അരിയൊക്കെയാണ് പായസത്തിന് ഉപയോഗിക്കുക. പക്ഷേ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ചില ഐറ്റംസ് കൊണ്ട് നമ്മൾ ചിലരൊക്കെ പായസം ഉണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതേപോലെ ഒരു പായസം ഉണ്ടാക്കിയിരുന്നു, ചെരങ്ങേനെ കൊണ്ടുള്ളൊരു പായസം. അതിൻ്റെ വീഡിയോ ആരെയും കണ്ടിട്ടില്ലെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളത് കണ്ടു നോക്കണം കേട്ടോ. നല്ല അടിപൊളി പായസം തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് അത്തം മുതൽ ഓണം വരെയുള്ള ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. ഇതുപോലുള്ള നല്ല റെസിപ്പിയായിട്ട് ഈ ഓണക്കാലത്ത് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ തുടർന്നും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസിനായിട്ട് ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം കൂടി വിഷ് ചെയ്യാണ്.